ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതൊരു ചെറിയ കുട്ടികൾക്കുള്ള ഉടുപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ചെറിയ ചെറിയ വെട്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ മാക്സിൻ്റെ അല്ലെങ്കിൽ ടോപ്പിൻ്റെ ഒക്കെ ബാക്കി വരുന്ന ബാലൻസ് പീസാണിത്. അതിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു ചെറിയൊരു ഫ്രോക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ താഴത്തുള്ള ഭാഗമാണ് ഒരു പീസാണിത്. അത് വലിപ്പം കൂടിയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പീസ് ഒഴിവാക്കി വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒന്ന് അടിക്കാമെന്നുള്ളതിൽ ഞാൻ എടുത്ത് നോക്കിയതാണ്. അപ്പോഴാണ് പിന്നെ ഒരു കുഞ്ഞു ഉടുപ്പായാലോ എന്ന് കരുതിയത്. അപ്പോൾ നമുക്കതിൻ്റെ ഏതളവിലാണ് നിങ്ങൾ അടിക്കുന്ന ഒരളവ് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 4 പീസ് കിട്ടണം. അതിന് വേണ്ടി ആദ്യം ഇതിൻ്റെ 2 പീസ് ഒന്ന് എടുത്തിട്ട് ആ ഒരു ഫ്രോക്ക് അതിൻ്റെ മുകളിൽ വെച്ച് നോക്കിയിട്ട് സൈസ് അളവ് കറക്റ്റാണോ നോക്കിയിട്ട് ആ 2 പീസ് അങ്ങനെ വെച്ച് നോക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിന്മേൽ തന്നെ വെച്ച് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ അത് ഒന്നും കൂടെ മടക്കി 4 പീസാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് ഒന്ന് വിട്ടിട്ട് അതിന് മുകളിൽ ഭാഗത്താക്കി വെച്ചിട്ട് നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ അവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ബാക്കകത്ത് മാത്രം വെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇതേപോലെ ചെയ്യാം കേട്ടോ. ബാക്കി എനിക്ക് അതേപോലത്തെ സ്റ്റെപ്പ് തന്നെ തുടരാം. ബാക്കി ഫുള്ളാക്കിയിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കൈക്കുഴിയൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ആ ഷേപ്പിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ അവിടെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കഴുത്തൊരിക്കലും കൂടി പോകരുത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ജസ്റ്റ് അതേപോലെ തന്നെ മടക്കി വെക്കാം കേട്ടോ. മടക്കി വെച്ചിട്ട് നമുക്കതിൻ്റെ അടിഭാഗത്ത് താഴത്തെ പോർഷനിലേക്ക് നമുക്ക് ക്ലോത്ത് വേണമല്ലോ. അപ്പോൾ അതിന് ഏകദേശം ഒരു അളവെടുക്കുക. നമുക്കൊരു അളവെടുത്തിട്ട് എത്ര ഇറക്കം വേണമെന്ന് വെച്ചാൽ അത്രയും ഇറക്കം എടുത്തിട്ട് നമുക്കതൊരു 4 ഇരട്ടിയാക്കി വെക്കുക. 2 ഇരട്ടി, അതായത് ഒരു ഇപ്പോൾ നമ്മുടെ ആ ഒരു പീസ് ഉണ്ടല്ലോ, 2 പീസിൻ്റെ അതൊരു 4 പീസാണെങ്കിൽ 8 പീസാക്കിയിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ 8 പീസ് ഇതേപോലെ മടക്കിയെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ മടക്കിയിട്ട് 8 പീസ് എടുക്കുക. നമുക്ക് അതിൻ്റെ ആ ഒരു പ്ലീറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 8 പീസോ 9 പീസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പ്ലീറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. ബോഡി പാർട്ട് ഇതേപോലെ ഒന്ന് നിർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എത്ര പീസ്. അപ്പോൾ ഒരു ബോഡി പാർട്ട് നിർത്തി വെച്ച് 2 പീസല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു 4 പീസ് കണ്ടോ, 1 2 3 4 അങ്ങനെ 4 പീസാക്കി എടുത്താൽ കണ്ടില്ലേ, 2 പീസ് 4 പീസും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കി ബാലൻസ് നമുക്ക് ആവശ്യമുണ്ട്. ആ ബാലൻസ് ഉള്ള പീസ് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ചെറിയ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അത് എടുത്തിട്ട് നമുക്ക് ഞെറിവിന് വേണ്ടിയിട്ടാണ്, കൈയിൻ്റെ ഭാഗത്തും പിന്നെ കഴുത്തിൻ്റെ ഭാഗത്തും ഞെറിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളതിൻ്റെ നല്ല ഭാഗം എടുത്തിട്ട് അതിങ്ങനെ ജസ്റ്റ് രണ്ടും കൂടെ പിടിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. രണ്ടും കൂടെ പിടിച്ചിട്ട് സാധാരണ നമ്മൾ പ്ലേറ്റ് ഇടുന്ന പോലെ തന്നെ പ്ലേറ്റ് ഇങ്ങനെ കുറച്ച് വലുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഒരു 3 പീസ് നമുക്ക് ചെയ്തെടുക്കണം. 2 കൈയിനും കഴുത്തിൻ്റെ ഭാഗത്തും അങ്ങനെ 3 പീസും ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ വിട്ട് ചെയ്തെടുക്കണം കേട്ടോ പ്ലേറ്റ്. ഇനി ചെയ്ത് വെച്ച ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ അതിൻ്റെ നല്ല വശവും എടുത്തിട്ട് ഒന്ന് വെച്ചിട്ട് തിരിച്ച് വെച്ച് ഒന്ന് അതിൻ്റെ ആ ഒരു സ്റ്റിച്ച് വന്ന ഭാഗം ഉണ്ടാവുമല്ലോ, നമ്മൾ അതിൻ്റെ പ്ലേറ്റ് എടുത്ത ആ ഒരു ഭാഗം ആ ഒരു അടുപ്പിലൂടെ തന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ കഴുത്തും കൈയും ഫുള്ളാക്കിയിട്ട് അടിച്ചെടുക്കുക. അടിക്കാനായിട്ടില്ല, നമ്മുടെ കഴുത്ത് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇനി തിരിച്ച് വെച്ചിട്ട് ഒന്ന് പരത്തി വെച്ച് അടിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു ഇഞ്ച് ഒരു ലേശം ഒരര ഒന്ന് ഇടവിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക, ഒന്ന് പരത്തി അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ആ കഴുത്തിൻ്റെ ആ ഒരു പോർഷൻ അങ്ങനെ ഒന്ന് വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ബാക്ക് കഴുത്തിൻ്റെ പോർഷൻ ഒന്ന് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഒരു മടക്കി 2 മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി രണ്ടിൻ്റെ നല്ല വശങ്ങൾ വെച്ചിട്ട് ഒന്ന് നമുക്ക് ആ ഷോൾഡർ ഒന്ന് മൂട്ടി കൊടുക്കുക, ഷോൾഡർ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ഷോൾഡർ ഒന്ന് അടിച്ചെടുക്കുക. ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇനി 2 കൈയിൻ്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു ഞെറിവ് ഒന്ന് വെച്ചെടുത്ത് ഒന്ന് പിടിപ്പിച്ചെടുക്കുക. നേരത്തെ നമ്മൾ കഴുത്ത് അടിച്ചെടുത്തില്ലേ, അതേപോലെ അടിച്ചിട്ട് ഒന്ന് മറച്ച് പരത്തി അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ 2 കൈയിൻ്റെ അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. 2 കൈയും ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട്, അതായത് ഒരു ഭാഗം ഒരു കൈയിൻ്റെ അവിടെ നമുക്ക് ഒന്ന്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു പോർഷൻ മാത്രമേ ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. നമ്മൾ അളവിനനുസരിച്ച് ഒന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി അതൊന്ന് തിരിച്ച് വെച്ചിട്ട് നല്ല ഭാഗം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പ്ലേറ്റ് എടുക്കേണ്ട ഭാഗം അടിയിലേക്കുള്ള തുണി ഉണ്ടല്ലോ, ആ ഒരു ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ രണ്ടും നല്ല വശമാക്കിയിട്ട് വെക്കുക. ഇതും നല്ല വശം, മറ്റേതും നല്ല വശം, അങ്ങനെ രണ്ടും നല്ല വശമാക്കി വെച്ചിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു നെറിവ് ഇട്ടെടുക്കാം. കുഞ്ഞതാണോ വലുതാണോ, ഇതേപോലെ നമുക്ക് അതിൻ്റെ ആ ഒരു ക്ലോത്തിൻ്റെ നടുഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷന് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആ സെൻറ്റർ പോർഷൻ എത്തുന്നവരെ നമുക്ക് ക്ലിയർ ആയിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ സെൻറ്റർ പോർഷന് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഫുള്ളായിട്ട് നെറിവിട്ടിട്ട് നമുക്കൊന്ന് കാണാം കേട്ടോ. ഇപ്പോൾ ഇതാ ഫുള്ളായി നെറിവിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് കാണുന്നതിന് നല്ല രസമുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിഭാഗത്ത് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് പരിപാടി കഴിയും. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ലൊരു കളറും പിന്നെ അതേക്ക് ഈ ഒരു പ്ലേറ്റും കൂടെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി മുകളിൽ ഇട്ടിട്ടുള്ള ഒരു പിക്ക് കാണാം കേട്ടോ, നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുകളിൽ ഇട്ടിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്